ഹായ് കുഞ്ഞീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഇന്ന് ഞാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത്. അവധിയൊക്കെയല്ലേ, പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയാം, ഞാൻ വലിയ എക്സ്പെർട്ടൊന്നുമല്ല. എന്നാലും എൻ്റെ ഒരു ശ്രമമാണ് എങ്ങനെ ഉണ്ടാക്കാം, എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാനതെല്ലാം നമ്മുടെ നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിൽ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കുഞ്ഞുള്ളിയും സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് വെച്ചിരുന്നതും പിന്നെ തക്കാളിക്കും കൂടി നന്നായിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റി. അതിൽ നമ്മൾ പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ ഗരം മസാലപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്തായിരുന്നേ. അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പില്ലേ അതിനെ കൊവുത്ത് അരച്ച് അതിൻ്റെ അത് അതിലോട്ട് ഒഴിച്ചായിരുന്നേ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി കിട്ടും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഒരടപ്പ് വിനാഗിരി ഞാൻ ചേർത്തായിരുന്നേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്കൊക്കെ. പിന്നെ അവസാനം ഇറക്കുന്നതിന് മുമ്പ് ഞാൻ ബിരിയാണി മസാലയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഗ്രേവി തയ്യാറാക്കി. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യിട്ടു അതിൽ നമ്മുടെ സവാള ഒന്ന് വറുത്ത് കോരിയെടുത്തു. അതിലോട്ട് തന്നെ ഞാൻ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, നമ്മൾ ബീൻസ്, അതും പിന്നെ ക്യാരറ്റും കൂടെ വറുത്തെടുത്തു. ആ നെയ്യിൽ തന്നെ ഞാൻ നമ്മുടെ മസാല ഇട്ടിട്ട് അതിലോട്ട് ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലോട്ടിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം അരി വേവാൻ പാകത്തിനുള്ള ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് അടച്ച് വെച്ച് അത് ചെറിയ തീയിൽ അത് അവിടെ നിന്ന് വെന്തോളും. ആ നേരത്തിന് ഞാൻ നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ട എടുത്ത് വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച് ഇതെല്ലാം റെഡിയായി. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഗ്രേവി ഒരു പാത്രത്തിൻ്റെ അതിലോട്ട് വെച്ചു. പിന്നെ ചോറിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാളയും ബീൻസും ക്യാരറ്റും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെയൊക്കെ ചേർത്തു. എന്നിട്ട് അതിൻ്റെ പുറത്തോടെ ഞാൻ വീണ്ടും ഗ്രേവി വെച്ചിട്ട് ഞാൻ മുട്ട ഓരോന്നായിട്ട് പറക്കി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ചോറിട്ട് പിന്നെ അത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് അപ്പം നമ്മളെ ബിരിയാണി റെഡി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്, ഞാനും വിചാരിച്ചില്ല കൊള്ളായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.